സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ കഥയിലൂടെ രാവിലെ ചെയ്യേണ്ട 5 ശീലങ്ങൾ പരിചയപ്പെടുത്താം. ഇവ നിങ്ങൾ ജീവിതത്തിൽ ശീലമാക്കിയാൽ നിങ്ങൾ ആജീവനാന്തം ആരോഗ്യത്തോടെയിരിക്കും. നിങ്ങൾ എപ്പോഴും ഊർജ്ജസ്വലനായിരിക്കും. നിങ്ങളുടെ തലച്ചോറ് വളരെ വേഗത്തിൽ പ്രവർത്തിക്കും. നിങ്ങൾ എപ്പോഴും യുവത്വം നിലനിർത്തും. നിങ്ങൾ ചെയ്യുന്ന ഏതു ജോലിയും കൂടുതൽ മികച്ച രീതിയിൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ കഥ വളരെ ശ്രദ്ധയോടെ അവസാനം വരെ കേൾക്കുക. രാവിലെ ചെയ്യുന്ന ഈ 5 ശീലങ്ങൾ സ്വീകരിക്കുന്നതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ വലിയ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥ: ഗുരുവും ശിഷ്യന്മാരും. സുന്ദർബൻ എന്ന വനത്തിൽ പ്രശസ്തനായ ഒരു ഗുരു ഒരു ആശ്രമം സ്ഥാപിച്ച് താമസിച്ചിരുന്നു. ആ ഗുരു ആയുർവേദത്തിൽ വലിയ അറിവുള്ളയാളായിരുന്നു. അദ്ദേഹത്തിന്റെ നിരവധി ശിഷ്യന്മാരും ആശ്രമത്തിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം ഗുരു രാവിലെ കുളി കഴിഞ്ഞ് ശിഷ്യന്മാർക്കെല്ലാം ഉപദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവരിൽ ഒരു ശിഷ്യൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ചോദിച്ചു, ഗുരുദേവാ, ഇന്നെന്റെ മനസ്സിൽ ഒരു ചോദ്യമുയരുന്നു. ദയവായി അതിനുത്തരം നൽകിയാലും. ശിഷ്യന്റെ വാക്കുകൾ കേട്ട് ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചോദിക്കൂ കുഞ്ഞേ, നിന്റെ ചോദ്യമെന്താണ്? അപ്പോൾ ആ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുദേവ, രാവിലെ ചെയ്യേണ്ട ആ ശീലങ്ങൾ ഏതൊക്കെയാണ്? അതുവഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ സാധിക്കും. കാരണം അങ്ങ് എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ രാവിലെ ചെയ്യുന്നത് തന്നെയാണ് ജീവിതകാലം മുഴുവൻ നമ്മെ സഹായിക്കുകയെന്ന്. ശിഷ്യന്റെ വാക്കുകൾ കേട്ട് ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളെല്ലാവരും എന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക. ഇവൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും വളരെ പ്രയോജനകരമായ കാര്യമാണ്. അതിനാൽ നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധയോടെ കേൾക്കുക. തുടർന്ന് ഗുരു എല്ലാ ശിഷ്യന്മാരോടുമായി പറഞ്ഞു, മക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് രാവിലെ ചെയ്യേണ്ട 5 ശീലങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. ഇത് സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും സാമൂഹികമായും ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയും. പ്രഭാതത്തിലെ 5 അത്ഭുതശീലങ്ങൾ. ഒന്നാമത്തെ ശീലം: കോട്ടുവായിടുക. തുടർന്ന് ഗുരു ആ ശിഷ്യന്മാരോട് പറയുന്നു, മക്കളെ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റയുടൻ ആദ്യം ചെയ്യേണ്ട കാര്യം കോട്ടുവായിടുക എന്നതാണ്. മക്കളെ, നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, രാത്രി മുഴുവൻ ഉറങ്ങിയ ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കോട്ടുവായിടാൻ തോന്നും. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും കോട്ടുവായിടാറുണ്ട്. രക്തചംക്രമണം വർദ്ധിപ്പിക്കാനുള്ള ശരീരത്തിന്റെ സ്വാഭാവികമായൊരു രീതിയാണിത്. നമ്മുടെ ശരീരത്തിൽ കൂടുതൽ രക്തം പ്രവഹിക്കുമ്പോൾ രക്തത്തിൽ കൂടുതൽ പോഷകങ്ങൾ ഒഴുകും. ഇത് നിങ്ങളുടെ ഓരോ അവയവത്തിനും പ്രയോജനം ചെയ്യും. അതുമാത്രമല്ല, കോട്ടുവായിടുന്നതിലൂടെ മറ്റ് നിരവധി ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മടിയുണ്ടാകും, കണ്ണുകൾ തുറക്കാൻ തോന്നില്ല. എന്നാൽ ആയുർവേദം പറയുന്നത് കോട്ടുവായിടുന്നതിലൂടെ ഇനി ഉണരാനുള്ള സമയമായി എന്ന സന്ദേശം തലച്ചോറിലേക്കെത്തുമെന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടൻ കോട്ടുവായിടാൻ തുടങ്ങുക. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ കോട്ടുവായിടുമ്പോൾ നിങ്ങളുടെ മടി മാറിയതായും എഴുന്നേൽക്കുന്നത് എളുപ്പമായതായും നിങ്ങൾക്ക് അനുഭവപ്പെടും. കോട്ടുവായിടുന്നത് നമ്മുടെ സന്ധികളിൽ ലൂബ്രിക്കേഷൻ വർദ്ധിപ്പിക്കുന്നു. ഇത് അവരുടെ സൗകര്യവും വഴക്കവും വർദ്ധിപ്പിക്കുന്നു. കോട്ടുവായിടുന്നത് നിങ്ങൾക്ക് ഉടൻ ഊർജ്ജം നൽകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മളൊരു ജോലി തുടർച്ചയായി ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഓഫീസിൽ ജോലി ചെയ്യുകയോ മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ തുടർച്ചയായി ഇരുന്നു ചെയ്യുന്ന മറ്റ് ജോലികൾ ചെയ്യുമ്പോഴോ നമുക്ക് മടി തോന്നിത്തുടങ്ങും. എന്നാൽ ആ സമയത്ത് നമ്മൾ കോട്ടുവായിടുമ്പോൾ എവിടെ നിന്നോ ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും നമ്മുടെ മടി ഓടിപ്പോകുകയും ചെയ്യുന്നു. കാരണം കോട്ടുവായിടുന്നത് നമ്മുടെ ഊർജ്ജത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. ഇന്ന് കുറഞ്ഞ പ്രായത്തിൽ തന്നെ പലർക്കും ഹൃദയാഘാതമുണ്ടാകുന്നുണ്ട്. പലർക്കും കഠിനാധ്വാനം ചെയ്യുന്നതിനിടയിൽ ഹൃദയാഘാതമുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ പെട്ടെന്നൊരു കാര്യം ചെയ്യുമ്പോൾ ഹൃദയത്തിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വ്യായാമം ചെയ്യുന്നത് പ്രധാനമായി കണക്കാക്കുന്നത്. കൂടാതെ കോട്ടുവായിടുന്നത് വ്യായാമത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ ശരീരം രാത്രി മുഴുവൻ വിശ്രമമുള്ള അവസ്ഥയിലായിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ രക്തം മെല്ലെ സഞ്ചരിക്കുന്നു. എന്നാൽ നിങ്ങൾ പെട്ടെന്ന് പരിഭ്രമിച്ച് എഴുന്നേൽക്കുമ്പോൾ ആ സമയത്ത് ഹൃദയത്തിന് ഞെട്ടൽ സംഭവിക്കുന്നു. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പലരും ബാത്റൂമിൽ പോകുമ്പോൾ അവർക്ക് അവിടെ വെച്ച് ഹൃദയാഘാതമുണ്ടാകുന്നത്. അതുകൊണ്ട് ആയുർവേദത്തിൽ പറയുന്നത് കോട്ടുവായിട്ട് എഴുന്നേൽക്കുന്നവർക്ക് ഹൃദയാഘാത സാധ്യത വളരെ കുറവായിരിക്കുമെന്നാണ്. നിങ്ങൾക്ക് രാവിലെ ഏത് രീതിയിലും കോട്ടുവായിടാം. കിടക്കയിൽ കിടന്നുകൊണ്ടുപോലും നിങ്ങൾക്ക് കോട്ടുവായിടാം. നിങ്ങൾ കിടക്കയിൽ കിടന്നുകൊണ്ട് 2 വശത്തേക്കും കോട്ടുവായിടണം. ഒരു തവണ വലതുവശത്തേക്ക്, മറ്റൊരിക്കൽ ഇടതുവശത്തേക്ക്. ഇതിനെ മർക്കടാസനം എന്നു പറയുന്നു. ഇത് നടുവേദനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിനുശേഷം നിങ്ങൾ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് കൈകൾ മുകളിലേക്കുയർത്തി കോട്ടുവായിടുക. ഇത് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സെർവിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. ഇതിനുശേഷം നിലത്ത് പാദങ്ങൾ വെച്ച് താടാസനം പോലെയും കോട്ടുവായിടുക. ഈ ആസനം ശരീരത്തിന്റെ നില, ബോഡി പോസ്ചർ ശരിയാക്കുന്നു. നിങ്ങൾ ഏത് രീതിയിൽ കോട്ടുവായിട്ടാലും നിങ്ങൾ തീർച്ചയായും കോട്ടുവായിടണം. രാവിലെ എഴുന്നേറ്റ് കോട്ടുവായിടാൻ നിങ്ങൾക്ക് കൂടിയാൽ 30 സെക്കൻഡ് മാത്രമേ എടുക്കൂ. ഇതിലൂടെ നിങ്ങൾക്ക് 30-ലധികം ഗുണങ്ങൾ ലഭിക്കും. രണ്ടാമത്തെ ശീലം: കഴിയുന്നത്ര വെള്ളം കുടിക്കുക. തുടർന്ന് ഗുരു രണ്ടാമത്തെ ശീലം പറഞ്ഞു, കഴിയുന്നത്ര വെള്ളം കുടിക്കുക. മക്കളെ,
രാവിലെ എഴുന്നേറ്റയുടൻ വെള്ളം കുടിക്കുന്നതിന് നിരവധി ഗുണങ്ങളുണ്ട്. ആയുർവേദത്തിൽ പറയുന്നത്, നമ്മൾ 6-7 മണിക്കൂർ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറവായിരിക്കും. രാവിലെ എഴുന്നേറ്റയുടൻ നമ്മൾ ആദ്യം മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ ദിവസത്തിലെ മറ്റു സമയങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ മൂത്രത്തിന്റെ നിറം മഞ്ഞയും അസിഡിറ്റിയുള്ളതുമായിരിക്കും. രാവിലെ നമ്മുടെ തലച്ചോറിന് വെള്ളം ആവശ്യമാണ്, നമ്മുടെ ചർമ്മത്തിന് വെള്ളം ആവശ്യമാണ്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും വെള്ളം ആവശ്യമാണ്. ഈ സമയത്ത് നമ്മുടെ മുഴുവൻ ശരീരത്തിലും ജലാംശം കുറയുന്നു. എന്നാൽ ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? വെള്ളത്തിനു പകരം നമ്മൾ ചായ കുടിക്കുന്നു, കാപ്പി കുടിക്കുന്നു. മക്കളെ, ചായയും കാപ്പിയും രണ്ടും ദോഷകരമാണ്. അതായത് അത് ശരീരത്തിൽ നിന്ന് വെള്ളത്തെ പുറന്തള്ളുന്നു. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റയുടൻ ചായയും കാപ്പിയും കുടിക്കുന്നത് നിർത്തുക. നിങ്ങൾ രാവിലെ എഴുന്നേറ്റയുടൻ ചായ കുടിച്ചാൽ പ്രായമാകുന്നതിനു മുമ്പേ നിങ്ങൾ വൃദ്ധനായി കാണപ്പെടും. നിങ്ങൾ രാവിലെ എഴുന്നേറ്റയുടൻ ചായ കുടിക്കുമ്പോൾ നിങ്ങളുടെ വയറ്റിലെ അമ്ലത്വം, അസിഡിറ്റി വളരെയധികം വർദ്ധിക്കുന്നു. ഇത് ഗ്യാസും അസിഡിറ്റിയും ഉണ്ടാകാൻ കാരണമാകുന്നു. എന്നാൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന്റെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു. മെറ്റബോളിസം വർദ്ധിക്കുമ്പോൾ കലോറി വേഗത്തിൽ എരിഞ്ഞുതീരും. ഇതൊരിക്കലും അമിതവണ്ണമുണ്ടാകില്ല. കൂടാതെ അമിതഭാരമുള്ളവരുടെ ഭാരം കുറയുകയും ചെയ്യും. രാവിലെ എഴുന്നേറ്റയുടൻ വെള്ളം കുടിക്കുന്നത് ദഹനം വേഗത്തിലാക്കുന്നു. ഇത് വയർ നന്നായി വൃത്തിയാകാൻ സഹായിക്കുന്നു. ഇത് ശരീരത്തിനുള്ളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ സ്വാഭാവികമായി പുറത്തുകളയുന്നു. ഇത് നിങ്ങളുടെ ചർമ്മത്തിന് ഒരു സ്വാഭാവിക തിളക്കം നൽകുന്നു. നിങ്ങളുടെ മുടി വളരെ മികച്ചതായിരിക്കും. നിങ്ങൾക്ക് അമിതവണ്ണമുണ്ടാകില്ല. കൂടാതെ തലച്ചോറിന്റെ ശക്തി പല മടങ്ങ് വർദ്ധിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ചായയ്ക്ക് പകരം വെള്ളം കുടിക്കുന്നവരുടെ ഓർമ്മശക്തി വളരെ വർദ്ധിക്കുകയും അവരുടെ ശ്രദ്ധ, ഫോക്കസ് മെച്ചപ്പെടുകയും അവർ കൂടുതൽ സന്തുഷ്ടരായിരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഗുരു ആ കുട്ടികളോട് പറയുന്നു, മക്കളെ, നിങ്ങൾക്ക് വെള്ളം ചൂടാക്കി കുടിക്കാം. അല്ലെങ്കിൽ രാത്രിയിൽ ചെമ്പുപാത്രത്തിൽ വെള്ളം നിറച്ച് നിങ്ങളുടെ തലക്കരികിൽ വച്ച് രാവിലെ എഴുന്നേറ്റ് ആ വെള്ളം കുടിക്കാം. നിങ്ങൾക്ക് ആ വെള്ളം ചൂടാക്കിയും കുടിക്കാം, അല്ലെങ്കിൽ അതുപോലെയും കുടിക്കാം. ഈ സമയത്ത് നിങ്ങൾ സാധാരണ വെള്ളം മാത്രമാണ് കുടിക്കേണ്ടത്. അതിൽ നാരങ്ങ, പുതിന, ഇഞ്ചി, ജീരകം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. രാവിലെ എഴുന്നേറ്റയുടൻ നിങ്ങൾക്ക് കഴിയുന്നത്ര വെള്ളം കുടിക്കുക. 1 ഗ്ലാസ്, 2 ഗ്ലാസ്, 3 ഗ്ലാസ് അല്ലെങ്കിൽ 4 ഗ്ലാസ് വെള്ളം വരെ കുടിക്കാം. നിങ്ങൾക്ക് മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഇതേ വെള്ളം മലബന്ധം തീർക്കാനായി ഇരുന്നുകൊണ്ട് സ്ക്വാറ്റിംഗ് പൊസിഷനിൽ കുടിക്കാം. കാരണം നമ്മൾ മലബന്ധം തീർക്കാനായി ഇരുന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം പ്രഷറോടെ മാലിന്യങ്ങളെ വലിച്ചെടുത്ത് വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ട് മക്കളെ, രാവിലെ എഴുന്നേറ്റയുടൻ ധാരാളം വെള്ളം കുടിക്കുക. കാരണം ഈ ശീലം നിങ്ങളെ വളരെ വലിയ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കും. 3ാമത്തെ ശീലം, കണ്ണുകളിൽ വെള്ളം തളിക്കുക. തുടർന്ന് ഗുരു 3ാമത്തെ ശീലം പറഞ്ഞു, മക്കളെ, രാവിലെ എഴുന്നേറ്റയുടൻ നിങ്ങളുടെ കണ്ണുകളിൽ വെള്ളം തളിക്കുക. ഇന്നത്തെ കാലത്ത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ കണ്ണുകളാണ്. ഇന്ന് പലരും ദിവസത്തിൽ 10 മുതൽ 12 മണിക്കൂർ വരെ മൊബൈലിലോ ലാപ്ടോപ്പിലോ ചെലവഴിക്കുന്നു. ഇത് കാരണം അവരുടെ കണ്ണുകളിലെ ഈർപ്പം നഷ്ടപ്പെടുന്നു. കണ്ണിന് താഴെ കറുത്ത പാടുകളുണ്ടാകുന്നു. കണ്ണുകൾ ചുവക്കുന്നു. കണ്ണിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു. കൂടാതെ വലിയ പവറിലുള്ള കണ്ണടകൾ ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും വെക്കേണ്ടിവരുന്നു. ഈ പ്രശ്നങ്ങളുടെയെല്ലാം ഒരേയൊരു പ്രതിവിധി രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ കണ്ണുകളിൽ വെള്ളം തളിക്കുക എന്നതാണ്. എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് കണ്ണുകളിൽ വെള്ളം തളിക്കേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണുകളിൽ വെള്ളം തളിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ വായയിൽ വെള്ളം നിറയ്ക്കുക എന്നതാണ്. മക്കളെ, ഇതിന് 2 പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്. ഒന്നാമതായി, നമ്മൾ വായിൽ വെള്ളം നിറയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ വളരെ നന്നായി തുറക്കുന്നു. ഇത് കണ്ണുകളിൽ നന്നായി വെള്ളം തളിക്കാൻ നമ്മെ സഹായിക്കുന്നു. രണ്ടാമത്തെ കാരണം, നമ്മുടെ കണ്ണുകളും മൂക്കും വായും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നമ്മൾ വായിൽ വെള്ളം നിറയ്ക്കുന്നില്ലെങ്കിൽ കണ്ണുകളിലെ അഴുക്ക് കണ്ണിൽ നിന്ന് നിങ്ങളുടെ വായിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ വായിൽ വെള്ളം നിറച്ചാൽ നിങ്ങളുടെ വായിൽ ഒരു ലോക്കുണ്ടാകും. ഇത് കണ്ണുകളിലെ എല്ലാ അഴുക്കുകളും പുറത്തേക്ക് പോകാൻ സഹായിക്കും. വായിൽ വെള്ളം നിറച്ച് നിങ്ങളുടെ കണ്ണുകളിൽ വെള്ളം തളിക്കുക. ഇതിനുശേഷം നിങ്ങളുടെ മൂക്ക് വൃത്തിയാക്കുക. എത്ര മാലിന്യം പുറത്തുവന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ കണ്ണുകൾ മൂക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ മൂക്കിന്റെ സഹായത്തോടെയാണ് ഇത് വൃത്തിയാക്കപ്പെടുന്നത്. നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ കണ്ണുകൾ കഴുകുമ്പോൾ നിങ്ങൾക്ക് 2 ഗുണങ്ങൾ ലഭിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ശുദ്ധമായിരിക്കും. കൂടാതെ സൈനസും ശുദ്ധമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഒരിക്കലും ചൂടുവെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ കണ്ണുകളിൽ വെള്ളം തളിക്കരുത്. തണുത്ത അല്ലെങ്കിൽ സാധാരണ വെള്ളം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. കുറഞ്ഞത് 10 മുതൽ 15 തവണ നിങ്ങളുടെ കണ്ണുകളിൽ വെള്ളം തളിക്കുക. ഇത് നിങ്ങളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. കണ്ണുകൾക്ക് തണുപ്പ് നൽകുന്നു. കണ്ണുകളിലെ എരിച്ചിലില്ലാതാക്കുന്നു. ഇത് കണ്ണുകളിൽ അണുബാധ ഉണ്ടാകുന്നത് തടയുന്നു. 4ാമത്തെ ശീലം, ഓയിൽ പുള്ളിങ് ചെയ്യുക. തുടർന്ന് ഗുരു 4ാമത്തെ ശീലം പറഞ്ഞു, മക്കളെ, എല്ലാ ദിവസവും രാവിലെ ഓയിൽ പുള്ളിങ് ചെയ്യുക. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ വായിൽ എണ്ണയെടുത്ത് ചുറ്റും കറക്കണം. ഇത് നിങ്ങൾക്ക് 5 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ചെയ്യാം. ആയുർവേദത്തിൽ ഇതിനെ ഗണ്ടൂഷം എന്ന് പറയുന്നു. നോക്കൂ, നമ്മൾ എണ്ണയിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ അത് ഒരിക്കലും ചേരില്ല. എന്നാൽ എണ്ണയിലേക്ക് എണ്ണയൊഴിച്ചാൽ അത് കലരും.
അതുപോലെയാണ് ഓയിൽ പുള്ളിംഗ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വായിലുള്ള കീടാണുക്കൾ, ബാക്ടീരിയകൾ ദ്രാവകരൂപത്തിലുള്ളവയാണ്. അതുകൊണ്ട് നമ്മൾ വായിൽ എണ്ണ കറക്കുമ്പോൾ ഈ എണ്ണ ഈ കീടാണുക്കളെ തന്റെ അടുത്തേക്ക് വലിച്ചെടുക്കുന്നു. തൽഫലമായി നമ്മൾ എണ്ണ തുപ്പിക്കളയുമ്പോൾ ആ കീടാണുക്കളും പുറത്തേക്ക് പോകുന്നു. കീടാണുക്കൾ പുറത്തേക്ക് പോകുമ്പോൾ വായ്നാറ്റമുണ്ടാകില്ല. വായിലെ അൾസർ, ചുണ്ടിലെയും മറ്റും പുണ്ണില്ലാതാകും. ഓയിൽ പുള്ളിംഗ് ചെയ്യുന്നത് നിങ്ങളുടെ പല്ലുകൾക്ക് തികച്ചും വെളുപ്പ് നൽകുന്നു. അവയുടെ മഞ്ഞനിറം ഇല്ലാതാക്കുന്നു. മോണയിലെ വീക്കമുണ്ടെങ്കിലും അല്ലെങ്കിൽ ചുണ്ടുകൾ കറുത്തിരുന്നാലും ഓയിൽ പുള്ളിംഗ് ചെയ്യുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു. ഇന്ന് ആളുകൾ രാസവസ്തുക്കളടങ്ങിയ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നു. അത് ചിലപ്പോൾ പ്രയോജനത്തിനു പകരം ദോഷമുണ്ടാക്കുന്നു. അതുകൊണ്ട് ഓയിൽ പുള്ളിംഗ് ചെയ്യുക. ഇത് നമ്മുടെ ഋഷിമാർ പരീക്ഷിച്ചറിഞ്ഞ സ്വാഭാവിക മൗത്ത് വാഷാണ്. നിങ്ങൾ ഓയിൽ പുള്ളിംഗ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ മുഖത്തെ പേശികൾക്ക് വ്യായാമം നൽകുന്നു. ഇത് ചർമ്മത്തിന് തിളക്കം നൽകുന്നു. ആയുർവേദമനുസരിച്ച് ഓയിൽ പുള്ളിംഗ് ചെയ്യുന്നത് നിങ്ങളുടെ ആഹാരനാളിയിൽ ഡൈജസ്റ്റീവ് ട്രാക്റ്റുള്ള വിഷവസ്തുക്കളെ, വിഷലിപ്തമായ പദാർത്ഥങ്ങൾ തന്റെ അടുത്തേക്ക് വലിച്ചെടുത്ത് അവയെ പുറത്തേക്ക് കളയുന്നു. ഓയിൽ പുള്ളിംഗ് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് വെളിച്ചെണ്ണ, തേങ്ങാ എണ്ണ, കടുകെണ്ണ എന്നിവ ഉപയോഗിക്കാം. എന്നാൽ ആ എണ്ണ ശുദ്ധമായിരിക്കണം എന്ന് ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഗ്യാസ് ഉണ്ടെങ്കിൽ, വായിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ നിങ്ങൾ എള്ളെണ്ണ, നല്ലെണ്ണ ഉപയോഗിക്കുക. മോണയിൽ നിന്ന് രക്തം വരുന്നുണ്ടെങ്കിൽ, അസിഡിറ്റി ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. നിങ്ങളുടെ നാവ് വെളുത്ത നിറത്തിലാണെങ്കിൽ അല്ലെങ്കിൽ സൈനസിന്റെ പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ നിങ്ങൾ കടുകെണ്ണ ഉപയോഗിക്കണം. നിങ്ങൾ ഈ രീതിയിൽ എണ്ണയിൽ ഒരു തുള്ളി ഗ്രാമ്പൂ എണ്ണ, ക്ലോവ് ഓയിൽ ചേർത്ത് ഓയിൽ പുള്ളിംഗ് ചെയ്യുകയാണെങ്കിൽ പല്ലുവേദനയും ക്യാവിറ്റീസും ഇല്ലാതാകും. തുടർന്ന് ഗുരു എല്ലാ കുട്ടികളോടും പറയുന്നു, മക്കളെ, നിങ്ങൾ ഒരു സ്പൂൺ എണ്ണ വായിലെടുത്ത് 5 മുതൽ 10 മിനിറ്റ് വരെ വായിൽ കറക്കണം. അതിനുശേഷം നിങ്ങൾ എണ്ണ പുറത്തേക്ക് തുപ്പിക്കളയുക. അതിനുശേഷം നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാം. ഓയിൽ പുള്ളിംഗ് ചെയ്യുന്ന എണ്ണയിൽ നിങ്ങളുടെ ശരീരത്തിലെ വിഷവസ്തുക്കളെല്ലാം കലരുന്നു. അതുകൊണ്ടാണ് ഈ എണ്ണ പുറത്തേക്ക് തുപ്പിക്കളയേണ്ടത്. അഥവാ അബദ്ധവശാൽ അല്പം നിങ്ങളുടെ വയറ്റിൽ പോയാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യില്ല. തുടർന്ന് ഗുരു എല്ലാ കുട്ടികളോടും പറയുന്നു, മക്കളെ, നിങ്ങൾ ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്കിതിലൂടെ വളരെ നല്ല ഗുണങ്ങൾ ലഭിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗുരു തന്റെ ഉപദേശം അവസാനിപ്പിച്ചു. അതിനുശേഷം എല്ലാ ശിഷ്യന്മാരും ഗുരുവിന് നന്ദി പറഞ്ഞു. എല്ലാവരും അവരവരുടെ ജോലികളിൽ മുഴുകി. സുഹൃത്തുക്കളെ, ഈ കഥയിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമായി എന്ന് ഞങ്ങളെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക.